ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടായിരുന്നോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കണം. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് എഫ് മേജർ കോൺട്രറി മോഷൻ. അതിനോടൊപ്പം തന്നെ എന്നോട് പല സ്റ്റുഡൻസും ആവശ്യപ്പെട്ടു നോട്ട് എങ്ങനെ എഴുതുന്നതെന്ന് മിസ് പഠിപ്പിച്ചാൽ. അപ്പോൾ നമ്മൾ ഇന്ന് ബോർഡിൽ നോട്ട് എങ്ങനെ എഴുതുന്നതെന്ന് കാണാം. സാധാരണ മിസ് എഴുതി കാണിച്ചിട്ടാണ് എഴുതിയിട്ടിട്ട് നിങ്ങളെ കാണിക്കുക. ഇന്ന് നമ്മൾ മിസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അത് കൂടെ അതിൻ്റെ കൂടെ എങ്ങനെ എഴുതുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ക്ലിപ്പൊക്കെ എങ്ങനെ വരയ്ക്കുന്നതെന്നൊക്കെ പഠിക്കാം. ഓക്കെ, നമ്മൾ വന്ന് എങ്ങനെയാണ് എഫ് മേജർ കോൺട്രറി മോഷൻ. അപ്പോൾ നമ്മൾ 2 ഫിംഗറും കൂടി എഫിലാണ് വെക്കുന്നത്. മിഡിൽ സൈഡ് നേരെയുള്ള എഫിൽ വെക്കുമ്പോൾ ഇതിൻ്റെ പേരെന്തുവാ? യൂണിസൺ. ബോത്ത് ഫിംഗർ ഒന്നിച്ച് വെക്കുമ്പോൾ അതിൻ്റെ പേര് സെയിം കീയിൽ 2 കൈ ഒന്നിച്ച് വെച്ചാൽ ഫിംഗർ വെച്ചാൽ അതിൻ്റെ പേര് യൂണിസൺ. ഇങ്ങനെ വെച്ചു കണ്ടോ? എഫ്. ഇവിടെ ജി വരുമ്പോൾ ഇവിടെ ഇ, ഇവിടെ ഡി വരുമ്പോൾ ഇവിടെ എ. ഇവിടെ മിക്സ് ഫിംഗർ ചേഞ്ച് ചെയ്യുക. ഇത് കണ്ട് ഇവിടെ 4th ഫിംഗർ വെക്കുന്നു, ഇവിടെ 1st ഫിംഗർ ഉണ്ട്. ഇവിടെ 2nd ഫിംഗർ വെക്കുമ്പോൾ ഇവിടെ 1st ഫിംഗർ. ഇവിടെ കണ്ടോ ഇങ്ങനെ ഫിംഗർ പോകുന്നുണ്ടല്ലോ. ഇത് സാവകാശം പ്രാക്ടീസ് ചെയ്യണം. എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഫിംഗർ ചേഞ്ച് ആവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. മിസ് ഒന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ 1st ഫിംഗർ വെക്കുക, 2nd ഫിംഗർ ഇങ്ങനെ കണ്ടോ, 3rd ഫിംഗർ, 4th ഇവിടെ വരുമ്പോൾ ഇവിടെ 4th ഫിംഗർ അല്ല, ഇവിടെ 1st ഫിംഗർ. ഇവിടെ 1st ഫിംഗർ വെക്കുമ്പോൾ ഇവിടെ 2nd ഫിംഗർ കണ്ടോ. എന്നിട്ട് ഇവിടെ വീണ്ടും കണ്ടോ. എന്നിട്ട് ഇങ്ങനെയാണ് ഫിംഗർ ഇതിന്റെ വഴി. അപ്പൊ ഇത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധയോടുകൂടി പഠിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. ബോർഡിലെ റെസ്റ്റും നോട്ടും നോക്കി പഠിക്കുക. എല്ലാവരും പ്രത്യേകിച്ച് ബോർഡിലൊന്ന് നോക്കിയേ. ഇത് കണ്ടോ? പ്രാക്ടീസ്, റൈറ്റ് ദ ട്രബിൾ ക്ലഫ്, ബേസ് ക്ലഫ്, നോട്ട്സ് ആൻഡ് ദയർ റെസ്റ്റ്. ഓക്കെ, നമ്മൾ നോട്ട് ക്ലഫിൻ്റെ കൂടെ അതിൻ്റെ നോട്ടുകളും വരച്ചിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ വന്നിട്ട് ഇന്ന് കാണുന്ന ഇത് കണ്ടോ, സ്റ്റാർട്ടിങ് എന്ന് ചെയ്യേണ്ടത് സ്കെയിൽ എടുത്തിട്ട് നിങ്ങൾ ബോർഡിലാണ് വരയ്ക്കിച്ച് പഠിക്കുന്നതെങ്കിൽ സ്കെയിൽ എടുത്ത് ഇതുപോലെ 5 ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഇത് കണ്ടോ, 1 2 3 ഇങ്ങനെ 5 ലൈൻ വരയ്ക്കണം. 4 ലൈൻ അല്ല കേട്ടോ, നമ്മൾ ഇംഗ്ലീഷിനാണ് 4 ലൈൻ, ഇത് 5 ലൈൻ ഉണ്ട് കേട്ടോ. അത് വരയ്ക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഈ ഇവിടുന്ന് താഴെ നിന്ന് 2ാമത്തെ ലൈൻ, നിങ്ങൾ മേലെ നിന്നാണ് 4ാമത്തെ ലൈനിൽ കൂടി ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ കൂടി ഇങ്ങനെ വന്ന് താഴേക്ക് വന്നു, മേലേക്ക് ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോയിട്ട് തിരിച്ചിങ്ങനെ വന്ന് ഇതിലെ കൂടി കയറി കണ്ടോ. ഇങ്ങനെ വരുമ്പോഴാണ് അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. എഴുതി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പോകുന്ന ഇങ്ങനെ കണ്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ ഈ ലൈനിൽ വന്ന് മുട്ടും കണ്ടോ. എന്നിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നിട്ട് മുകളിൽ കൂടി ഇങ്ങനെ ഒന്നുകൂടെ കണ്ടോ. അപ്പം ഇതിന് ട്രബിൾ ക്ലഫ് എന്ന് പറയും. മിസ് പലപ്പോഴും വരച്ചിട്ട് കണ്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. നിങ്ങളിങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ കുറേ പ്രാവശ്യം ഇതിൻ്റെ പുറത്തോട് വരയ്ക്കുമ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആകും. അത് പിന്നെ വേറെ പേപ്പർ വരയ്ക്കണം. വേറെ പേപ്പർ വരച്ച് വേസ്റ്റ് ആക്കണ്ട. ആദ്യം ഒന്നിൻ്റെ പുറത്തോട് വരച്ച് അത് ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇത് വളരെ ഈസിയാണ്. ഒരു 9 പോലെ കിടക്കുന്ന കണ്ടോ. അപ്പം ഇങ്ങനെ ഇത് ഇവിടുത്തെ ലൈനിൽ ആരംഭിക്കുന്നത്. ഇതിനൊക്കെ ലൈൻ മീനിങ് ഉണ്ട്. അപ്പം ഇത് ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണെങ്കിൽ 1 2 3 4 ഈ ലൈനിൻ്റെ പേര് ജി ലൈനാണ്. ഈ ലൈനിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ജി ലൈനിൽ ആരംഭിക്കുന്നു. അതിനാണ് ജി ക്ലഫ് എന്ന് നമ്മൾ പറയും. ഇതിന് ജി ക്ലഫ് എന്നും കൂടെ പറയും നമ്മൾ കണ്ടോ, ജി. അപ്പം ഈ ജി ലൈനിലാണ് ഇത് ആരംഭിക്കുന്നത്. ഇത് വന്ന് എഫ് ക്ലഫ് എന്ന് പറയും. ഇത് വന്ന് എഫിലാണ് ആരംഭിക്കുന്നത്, എഫ്. അപ്പം നമ്മൾ വന്നിട്ട് ഇത് എഫ് ലൈനാണ്. അപ്പോൾ ആ എഫ് ലൈനിൽ കിടക്കുന്നത് കൊണ്ട് അപ്പം നമ്മളിങ്ങനെ ഈ ലൈനെ ആരംഭം ഇവിടെയാണ്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പോയി ഇവിടെ കൂടി വന്ന് താഴേക്ക് വന്ന്. പക്ഷേ ഈ 2 ഡോട്ട് കണ്ടോ, ഈ ഡോട്ട് ഈ വരയുടെ ഇത് 2ൻ്റെ നടുക്കായിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ 2 ഡോട്ട് കണ്ടോ. അപ്പോൾ ഇത് ബേസ് ക്ലഫിൻ്റെ. പക്ഷേ ഇത് കണ്ടോ, ഇതിങ്ങനെ തിരിഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ തിരിഞ്ഞ് കിടന്നാലും ഇത് തന്നെ. പക്ഷെ തിരിഞ്ഞ് നിങ്ങളിങ്ങനെ ആകുമ്പോൾ നിങ്ങളിങ്ങനെ പുറകോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതുക കണ്ടോ. ഇങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ ഡോട്ട് കണ്ടോ, ഇതിങ്ങനെ തിരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ഡോട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഡോട്ട് ഇടരുത്. ഡോട്ട് ഇവിടെ ഇടണ്ട് കേട്ടോ. അപ്പോൾ ഡോട്ട് എപ്പോഴും റൈറ്റ് സൈഡിലാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ബേസ് ക്ലഫ്. അപ്പോൾ ഇതിന് എഫ് ലൈനിലാണ്, ഇത് ജി ലൈനിലാണ്. അപ്പോൾ ജി ക്ലഫ്, എഫ് ക്ലഫ്. പിന്നെ ഈ നോട്ട് മിസ് പഠിപ്പിച്ചതാണ് നിങ്ങളെ. എങ്കിലും പറയും ഇത് കണ്ടോ, ഇങ്ങനെ ചുമ്മാ സർക്കിൾ കണ്ടോ. നമ്മളിങ്ങനെ സർക്കിൾ ആയാലും സെമി ബ്രേവ് നോട്ടായി. റെസ്റ്റ് ഇതിൻ്റെ താഴെ കൂടെ കണ്ടോ, ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ വരച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് അതൊന്ന് കറുപ്പിച്ചാൽ മതി കണ്ടോ. ഇങ്ങനെ കറുപ്പിക്കുമ്പോൾ അത് ഇതായിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ നോട്ട് ഇങ്ങനെ
ഇങ്ങനെയാണ് ഇങ്ങനെ പോകുന്നത് കണ്ടോ. ഇതിങ്ങനെ മേലോട്ട് വരയ്ക്കുക. അതിൻ്റെ റെസ്റ്റ് എവിടെയാ? ഇത് കണ്ടോ, ഈ ലൈൻ, ഇവിടുത്തെ ലൈനിലാണ്, മിഡിൽ ലൈനിൽ മുകളിലത്തെ റെസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ചുമ്മാ ഇങ്ങനെ നിങ്ങൾ എഴുതിക്കൊണ്ട് ഒന്ന് കറുപ്പിച്ച് കഴിയുമ്പോൾ ഇത് കണ്ടോ, മിസ് കറുപ്പിച്ചപ്പോൾ അത് വെളുത്തു പോയി. ഇങ്ങനെ അതിങ്ങനെ നന്നായിട്ട് കറുപ്പിക്കുക കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ റെസ്റ്റ് ഇങ്ങനെ. പിന്നെ ഈ നോട്ടുകൾ ഇതുണ്ട്, ഇത് ഞാൻ പഠിപ്പിച്ചതാണ്. സി പോലെ ഇട്ടിട്ട്, ഇപ്പോൾ ഇതുപോലെ നോട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ട് മേലോട്ടിട്ട് കണ്ടോ, സി പോലെ ഇട്ടിട്ട് ഒരു ഇസഡ് പോലെ ഇങ്ങനെ ഇട്ടിട്ട് സി ആയിട്ടിടുമ്പോൾ അത് ആ റെസ്റ്റ് വന്നു. ഇത് കണ്ടോ, ഒരു 7 ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്ന പോലെ. ഈ റെസ്റ്റിനും ഇതിങ്ങനെ എഴുതിയാൽ മതി. ഇതിൻ്റെ മീനിങ് ഒരേ മീനിങ്. അതായത് ഈ റെസ്റ്റ് കിടക്കുന്ന കണ്ടോ, ഇതിൻ്റെ റെസ്റ്റ്, ഇത് സെമി കൊയ്വറിൻ്റെ റെസ്റ്റ്, ഇത് കൊയ്വറിൻ്റെ റെസ്റ്റ്, ഇത് സെമി കൊയ്വറിൻ്റെ റെസ്റ്റ്. അപ്പോഴേ ഇതിൻ്റെ റെസ്റ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് തെങ്ങോട്ട് തിരിഞ്ഞു കിടക്കുമല്ലേ, അല്ലേ? ഇതെങ്ങനെ കിടക്കുന്നത്? ഇങ്ങനെ അല്ലേ, ഇങ്ങനെ കിടക്കുന്ന. മറ്റേൻ്റെ റെസ്റ്റ് കിടക്കുന്ന ഇങ്ങനെയാ അല്ലേ? അപ്പോൾ ഇത് വന്ന് ഈ നോട്ടിൻ്റെ റെസ്റ്റാ കേട്ടോ, കൊയ്വറിൻ്റെ റെസ്റ്റാ. പക്ഷേ ഇതാണെങ്കിലോ ഇങ്ങനെ കണ്ടാൽ ഈ കൊയ്വറിൻ്റെ റെസ്റ്റ് അല്ല, ക്രോച്ചറ്റിൻ്റെ റെസ്റ്റാ. അപ്പം ഈ രണ്ടിനും ഒരേ മീനിങ്, ഒരേ ടൈം വാല്യൂ ആണ്. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം തിരിഞ്ഞു കിടന്നാൽ. ഇപ്പോൾ ഇതിന് കണ്ടോ 2 ഫ്ലാഗ് ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ റെസ്റ്റിൻ്റെ ഫ്ലാഗ്. മറ്റേ ഞാൻ വരച്ച് കാണിക്കാഞ്ഞത് ആ 3 വരുമല്ലോ, അത് വെരി റെയറായിട്ട് നോട്ടേഷനിൽ വരത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് പോകുന്നത്. അന്നേരം ഇതിൻ്റെ അകത്ത് പിന്നെ ഇനി ഒരു ഇതുണ്ട്. അതായത് ഇത് കണ്ടോ, ഇത് മിസ് പറഞ്ഞല്ലോ, ഇവിടെ 4 എന്നുള്ള 6 വരും. ഇവിടെ ഡോട്ട് വന്നാൽ 4 എന്നുള്ളത് 6 എന്ന് വരും. അപ്പം അതുപോലെ ഇവിടെയും അങ്ങനെ വന്നാൽ റെസ്റ്റിൻ്റെ ടൈം അങ്ങനെ മാറുക. ഇവിടെ വന്നാലും അതുപോലെ തന്നെ ഇവിടെ വന്നാൽ ഇങ്ങനെ വന്നാൽ ഒരു ഡോട്ട് ഇവിടെ വന്നാൽ ഇവിടെയും അതേ പോലെ ഡോട്ട് ഇട്ടാൽ മതി. ഇതിനും അതുപോലെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഡോട്ട് വന്നാൽ മാത്രം മതി. ഇവിടെയൊക്കെ അത് തന്നെയാണ്. ഇതിനൊരു ഡോട്ട്, ഇതിന് 2 ഡോട്ട്, അത്രയും നോക്കിയാൽ മതി. അപ്പം ഇതിനകത്ത് ഇത്രയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും. മനസ്സിലാകാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ എഴുതി നിങ്ങൾ പഠിക്കണം. അപ്പം പിന്നെ ചില നോട്ടുകൾ ഇങ്ങനെ നടക്കുന്ന കട. ഇപ്പോൾ അതിങ്ങനെ ഇത് കണ്ടോ, ഈ നോട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഇങ്ങനെ വരാം. അതിങ്ങനെ വരുന്നത് ഓപ്ഷനുണ്ട്. അതായത് ഈ മിഡിൽ ലൈനിൻ്റെ മുകളിലോട്ടാണ് നോട്ടെങ്കിൽ ഇങ്ങനെയും വരാം, ഇങ്ങനെയും വരാം, ഇങ്ങനെ ആകാം കേട്ടോ. അതിന് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, മിസ് അത് ക്ലിയർ ആയിട്ട് തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കോൺട്രറി മോഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫിംഗറിങ് തെറ്റാതെ ശ്രദ്ധിക്കുക. ഫിംഗറിങ് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ വന്ന് ബോർഡിൽ മിസ് എഴുതി കാണിച്ചത് എല്ലാവരും ക്ഷമയോടുകൂടി സമാധാനമായിട്ട് ഇത് പഠിക്കണം കേട്ടോ. പെട്ടെന്ന് ഇത് ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് ഇട്ടിട്ട് പോരുത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് കാണുക. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിന് കാണാം. ബൈ.